നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ വീട്ടിലെ ടിവിയുടെ ശബ്ദം കുറയ്ക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ഉണ്ടായ വാക്കേറ്റം കൊലപാതകത്തിലെത്തി. ഭാര്യയുടെ കുത്തേറ്റ് 27-കാരനായ യുവാവിന് ദാരുണാന്ത്യം. ഷെയ്ഖ് അഹമ്മദാണ് മരിച്ചത്. AC മെക്കാനിക്കായിരുന്ന അഹമ്മദ് ഭാര്യയോടൊപ്പം മംഗളഗിരിയിലെ ഡിഡ്കോ ഹൗസിംഗ് കോളനിയിൽ താമസിച്ചു വരികയായിരുന്നു. ടിവിയുടെ ശബ്ദം കുറയ്ക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റമുണ്ടായിരുന്നു. വാക്കേറ്റം രൂക്ഷമായതോടെ ഭാര്യ കത്തിയുമായി ആക്രമിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. സംഭവം നടന്നയുടൻ തന്നെ അയൽവാസികൾ അഹമ്മദിനെ വിജയവാഡയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇവർ തമ്മിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്രകോപനമാണെന്നും പറയുന്നുണ്ട്. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ തമ്മിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും ജോലിയുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത്. അതേസമയം വീട്ടിൽ മറ്റാരും തന്നെ ആ സമയത്ത് ഇല്ലാത്തതിനാൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരും. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. യഥാർത്ഥ കാരണം ഇത് തന്നെയാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട്. യുവതി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് താൻ ഭർത്താവിനെ കുത്തിയതെന്ന്. പക്ഷേ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. അതേസമയം ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മുൻ ISRO ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്ക് ബന്ധുക്കളില്ലെന്നും താൻ മരിച്ചാൽ ഭാര്യയെ നോക്കാൻ ആരുമില്ലെന്ന ആശങ്കയിലാണ് കൊല നടത്തിയതെന്നാണ് അറസ്റ്റിലായ പ്രതി പോലീസിന് മൊഴി നൽകിയത്. ബംഗളൂരുവിലെ അലവഹള്ളിയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് കൊലപാതകം നടത്തിയത്. സന്ധ്യ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് നാഗേശ്വര റാവു ആണ് കൊലപാതകം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവമുണ്ടായത്. ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. വീട്ടിൽ ഭാര്യയോടൊപ്പം ഇരിക്കുമ്പോൾ നാഗേശ്വര റാവു അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. അതേസമയം ഇയാളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും വൈദ്യപരിശോധന പൂർത്തിയാവുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. സന്ധ്യയ്ക്ക് ബന്ധുക്കളില്ലെന്നും ഭാവിയെക്കുറിച്ചുള്ള ഭീതി മൂലമാണ് കൊലപാതകമെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ നാഗേശ്വര റാവുവിന് മാനസിക വെല്ലുവിളി നേരിടുന്നുവെന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. വെറും നിസ്സാര സംഭവങ്ങൾക്ക് ഒരു തർക്കത്തിലേർപ്പെട്ട് പിന്നെ അതൊരു കൊലപാതകമായി മാറുന്ന രീതിയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടു കേസുകളിലും ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടായ പ്രകോപനങ്ങൾ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്തായാലും ടിവിയുടെ വോളിയം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് പോലീസ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്ന വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെയാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത്.